സോ നാളെയാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ജീവൻ മരണ പോരാട്ടം. തോറ്റ ഉറപ്പായിട്ടും പുറത്താണ്, ജയിച്ചാൽ അകത്ത് തന്നെ കേരള സ്ട്രൈക്കേഴ്സിന് നിൽക്കാം. അതായത് ടീമിന് സെമി ഫൈനൽ സാധ്യത നിലനിർത്താം. CCL തന്നെ 4 വട്ടം ചാമ്പ്യന്മാരും അതുപോലെ തന്നെ അതീവ ശക്തരുമായിട്ടുള്ള തെലുങ്കു വാരീസിനെയാണ് കേരള സ്ട്രൈക്കേഴ്സ് നേരിടാൻ പോകുന്നത്. തുടർച്ചയായിട്ടുള്ള 7 മത്സരങ്ങൾ കേരള സ്ട്രൈക്കേഴ്സ് CCL വിജയിച്ചിട്ടേ ഇല്ല. അതായത് ഈ ഒരു സീസൺ ഉൾപ്പെടെ കഴിഞ്ഞ സീസണും എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഈ ഒരു 7 മത്സരങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. എന്നാൽ തീർച്ചയായിട്ടും 7 മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള സ്ട്രൈക്കേഴ്സ്. സോ നാളെയെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിന് വിജയിക്കാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സത്യം പറഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. കാരണം നമുക്കറിയാം എത്രത്തോളം ശക്തരാണ് തെലുങ്കു വാരീസ് എന്നും. അതുപോലെ തന്നെ കേരള സ്ട്രൈക്കേഴ്സിന് ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ സാധ്യതകൾ വളരെയധികം കുറവാണ്. പിന്നെ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കണം. ജയിക്കുവാണെങ്കിൽ തന്നെ വെറുതെ വിജയിച്ചാൽ പോരാ, അത്യാവശ്യം നല്ല റൺ റേറ്റിലും വിജയിക്കണം. അതുകൊണ്ട് തന്നെ സെമി ഫൈനൽ സാധ്യതകളൊക്കെ വിദൂരമാണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ ആ ഒരു ചാൻസ് ഉണ്ട് നാളെ തെലുങ്കു വാരീസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ. ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പ്ലെയറിനെ കൂടെ കേരള സ്ട്രൈക്കേഴ്സ് അവരുടെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പ്ലെയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. പക്ഷേ ഇതുവരെ CCL കളിച്ചിട്ടില്ല. ഇതിൻ്റെ ഡെബ്യൂ മാച്ചായിരിക്കും ചിലപ്പോൾ നാളെ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം, ജോൺ കൈപ്പള്ളിയിലെയാണ് കേരള സ്ട്രൈക്കേഴ്സ് അവരുടെ ടീമിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ബിഗ് ഹിറ്ററാണ്. സോ അദ്ദേഹത്തിൻ്റെ സേവനം കേരള സ്ട്രൈക്കേഴ്സിന് എന്തുകൊണ്ടും വിലയേറിയതായിരിക്കും. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ മാച്ചാണ്. സോ ആ ഒരു പ്രഷർ അദ്ദേഹത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമൊന്നും അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറയുകയുള്ളൂ. സോ വളരെ നിർണായകമായിട്ടുള്ള മാച്ച് നാളെ 6:30-ക്കാണ്. സോണി 10/5, ജിയോ സിനിമ, അതുപോലെ തന്നെ ഏഷ്യൻ മൂവീസ്. സോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. സോ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നിങ്ങൾ കാണുക. ആ ഒരു മാച്ചിൽ അവർ തോറ്റാൽ പോലും അധികം കുറ്റം പറയാതിരിക്കുക. കാരണം എന്ന് പറയുന്നത് വെറും 5 ദിവസത്തെ ട്രെയിനിങ്ങിലാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത്. മറ്റുള്ള ടീമുകൾ ഇപ്പോൾ കർണാടകയാണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും തെലുങ്കു വാരീസൊക്കെ ആണെങ്കിലും 1 മാസത്തേക്ക് ട്രെയിനിങ് എടുത്തിട്ടാണ് അവർ കളിക്കാൻ വരുന്നത്. ബട്ട് ഷൂട്ടിങ്ങിൻ്റെ മൈൻഡൊക്കെ തിരക്ക് കാരണം ഞാൻ ആ ഒരു സമയം കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം അല്ലാണ്ട് 17-ാം തീയതിയാണ് അവർ ട്രെയിനിങ് ആരംഭിച്ചത്. സോ അത് കഴിഞ്ഞ് 23-ാം തീയതി CCL തുടങ്ങി. സോ അതെന്ന് പറയുന്നത് അത്ര ട്രെയിനിങ്ങിൽ ഒരു ടീം സെറ്റാക്കി എടുക്കുക എന്ന് പറയുന്നത് പറ്റുന്നൊരു കാര്യമല്ല. 1-2 പ്രാക്ടീസ് മാച്ചേ കളിച്ചിട്ടുള്ളൂ. സോ അതൊരു പ്രതികൂല സാഹചര്യമാണ്. അടുത്ത പ്രാവശ്യങ്ങളിൽ എങ്കിലും അത് മാറി നല്ലൊരു 1 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തേക്ക് ട്രെയിനിങ് കൊടുത്ത് ടീമിനെ കൊണ്ടുവരുമെന്ന് നമുക്ക് വിചാരിക്കാം.